നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കാർ വളഞ്ഞാണ് പുലർച്ചെ 4 മണി മുതൽ പോലീസ് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാം ഹൗസിന് മുന്നിൽ നിന്നു. വൈകിട്ടോടെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിൽ എത്തിക്കാൻ പോവുകയാണ്. വയനാട്ടിലെ കസ്റ്റഡി വിശദാംശങ്ങൾ കമൽ നൽകും. ബോച്ചെ കൊച്ചിയിലേക്കാണ് നീങ്ങുന്നത്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ രാഗിനും നൽകും. നിയമപരമായിട്ടുള്ള ഈ കേസിന്റെ ഭാവി സംബന്ധിച്ചും ഇനി അടുത്ത വ്യവഹാരങ്ങൾക്ക് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ബിനിൽ കൂടി നൽകാൻ ചേരുന്നുണ്ട്. കമൽ, അങ്ങനെ അതിനിർണായകമായ ചടുലമായ നീക്കമാണ് കേരള പോലീസ് ഹണി റോസിന്റെ പരാതിയിൽ നടത്തിയതും അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. എത്രത്തോളം നിർണായകമായിരുന്നു ആ കസ്റ്റഡിയിൽ എടുത്തത്? ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തിക്കാണും. പ്രജീഷ്, ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് സംഘം ഇപ്പോൾ എറണാകുളത്തേക്ക് യാത്ര തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ നിന്ന് ബോബിയെ വാഹനം വളഞ്ഞ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് ബോച്ചെ 1000 ഏക്കർ എന്ന മേപ്പാടി ചൂരൽമല റോഡിലെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് പോലീസ് സംഘം വാഹനം വളഞ്ഞ ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘത്തോടൊപ്പം വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ്, ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫിലെ അംഗങ്ങളും ചേർന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അവിടെ നിന്ന് പോലീസിൻ്റെ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ സ്കോർപിയോ വാഹനത്തിൽ കയറ്റി പോലീസ് കൽപ്പറ്റയ്ക്കടുത്ത് പുത്തൂർ വയലിലെ ജില്ലാ പോലീസ് ക്യാമ്പിലേക്ക് ബോബിയെ എത്തിച്ചു. അവിടെ നിന്നാണ് ബോബിയുടെ ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തു വരുന്നത്. അവിടെ നിന്ന് പ്രാഥമികമായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബോബിയെ പോലീസിൻ്റെ ബൊലേറോ ജീപ്പിലേക്ക് കയറ്റി ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന എറണാകുളത്തേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. ഇന്ന് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. മാത്രമല്ല, അദ്ദേഹം എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ആ സമയത്താണ് പോലീസ് വാഹനം വളഞ്ഞ് പിടികൂടുന്നത്. ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ തന്നെ പോലീസ് സംഘം അവിടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഫാം ഹൗസിന് പുറത്ത് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് വാഹനം വളഞ്ഞ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിർണായകമായ കസ്റ്റഡി എടുക്കലിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ കേരള പോലീസിനെ സംബന്ധിച്ചോളം അതിചടുലമായ നീക്കമാണ് ഇന്ന് കേരളം കണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയിന്മേൽ രാഗിനിലേക്ക് പോകുന്നു. രാഗിനെ ഇനി ഇപ്പോൾ ബോച്ചെ കൊച്ചിയിലേക്ക് എത്തിച്ച ശേഷം സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്തെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്, അറിയിക്കുന്നത്? ബോച്ചെ ഇവിടെ എത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. ഇതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. അതോടൊപ്പം തന്നെ ചില വസ്തുക്കൾ, ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോച്ചയിൽ നിന്നും CC എന്നതായിട്ടുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കും. പ്രധാനമായും BNS പ്രകാരം 75 സബ്സെക്ഷൻ 1, 4, അതോടൊപ്പം തന്നെ IT ആക്ടിലെ സെക്ഷൻ 67, ഇത്രയും വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണിത്. അതായത് BNS സെക്ഷൻ 75 എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള സബ്സെക്ഷൻ 1, അതോടൊപ്പം തന്നെ സെക്ഷലി കളേർഡ് സ്റ്റേറ്റ്മെന്റ്സ് നടത്തുക, കൂടാതെ അത് സമൂഹ മാധ്യമങ്ങളിൽ സ്പ്രെഡ് ചെയ്യുക, പ്രചരിപ്പിക്കുക. അതാണ് IT ആക്ടുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ. ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹണി റോസ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെളിവുകളാണ്. അത് വളരെ വിസിബിൾ ആയിട്ടുള്ള തെളിവുകൾ പോലീസിന് മുന്നിലേക്ക് വന്നു. അത് കൂടുതൽ പരിശോധന നടത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സാധാരണഗതിയിൽ ഒരു പെറ്റീഷൻ ലഭിക്കുക, പെറ്റീഷണറുടെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക, FIR ഇടുക, അതിനുശേഷം പ്രതിക്കായി തെരച്ചിൽ നടത്തുക. ഇങ്ങനെ ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഈ പരാതി കിട്ടുന്ന ഘട്ടത്തിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം പോലീസ് സംഘം ഈ അക്യൂസിനെ തെരഞ്ഞ് വയനാട്ടിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള അവസരം പോലും കൊടുക്കാതെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നടപടി, ഇത്തരം ചില മോശം പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത ദൃശ്യം മാതൃഭൂമി ന്യൂസാണ് പുറത്തേക്ക് വിട്ടത്. എന്തായാലും തുടരുക. അപ്പോഴപ്പോഴുള്ള വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് അതിൻ്റെ ചടുലമായ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കുന്നതാണ്. പ്രധാനപ്പെട്ട അതിഥികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് നിയമപരമായിട്ടുള്ള ഇതിൻ്റെ ഇനി അടുത്ത മുഹൂർത്തത്തിൽ നമ്മൾ എന്താണ് കാത്തിരിക്കുന്നത് അതുകൂടി നമുക്ക് പരിശോധിക്കാം. ബിനിൽ ഞങ്ങളുടെ കോടതി റിപ്പോർട്ടറാണ്. ബിനിൽ, ഈ നേരത്തെ പറഞ്ഞുവല്ലോ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ 75, 1, 4 പിന്നീട് പറയുന്ന IT ആക്ടൊക്കെ ഇട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഭാവി സംബന്ധിച്ചൊക്കെ തന്നെ നിയമവൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന കാര്യങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജി നൽകും. ആ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി ഒരു തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് ജയിലിലേക്ക് പോകേണ്ടി വരും. ഈ കേസുമായി ഒന്നും ബന്ധമില്ല എങ്കിൽ പോലും
ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം കൂടി ഇതുമായി ചേർത്ത് വയ്ക്കാവുന്നത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീല ചുവയോടുകൂടി കമന്റ് ചെയ്യുന്നത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ച ഒരു ദിവസം കൂടിയാണ്. അതായത് ഒരു KSEBയുടെ റിട്ടയർഡ് ജീവനക്കാരൻ അദ്ദേഹത്തിനെതിരായ കേസ് റദ്ദാക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അതിലെടുത്തിരിക്കുന്ന നിലപാടാണ് അതിനെ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെയും ഈ ഹണി റോസിൻ്റെയും വിഷയവുമായി ചേർത്ത് വയ്ക്കാവുന്നത് കൂടിയാണ്. അതായത് ഒരു വ്യക്തിയുടെ ശരീരഘടനയെക്കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ അത് ലൈംഗിക ചുവയോടുകൂടിയുള്ളതാണ് എങ്കിൽ അത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകുന്നത്. സ്വാഭാവികമായും ആ ഉത്തരവ് ഈ കേസിലടക്കം പോലീസിന് ശക്തമായ ഒരു ആയുധമായി പോലീസ് ഉപയോഗിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാരണം കോടതിയിലേക്ക് ഹാജരാക്കാൻ പോകുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയെ ശക്തമായി ഈ ഹൈക്കോടതിയുടെ നിലപാടടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് എതിർക്കുമെന്ന കാര്യം ഉറപ്പാണ്. പോലീസിന് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടിയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയത്.